അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ എന്താ പറയുക ആറ്റുകാൽ പൊങ്കാലേൻ്റെ നമ്മൾ പായസം ഏകദേശം റെഡിയായി 11:30 മണിയായി. ഇനി നമ്മുടെ ഇവിടുത്തെ നമ്പൂതിരി വന്നിട്ട് ഇതിന് എന്താ പറയുക ഒരു പുണ്യാഹം തളിക്കും. അതോടുകൂടി നമ്മൾ ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മളെ കൂടെ 2 അതിഥികൾ വന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ അതിഥികളാണിത്. 2 ചേച്ചിമാർ വളരെ പ്രയാസപ്പെട്ടിട്ട് വന്നതാണ്. ചേച്ചി എവിടെയാണ് പറഞ്ഞോളൂ. എൻ്റെ വീട് എറണാകുളമാണ്. പക്ഷേ ഞങ്ങളിവിടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ലൈഫിൽ. ആക്ച്വലി ഇന്ന് ഞങ്ങൾക്ക് അവധിയാണ്. പക്ഷേ എന്നാലും ഞങ്ങൾ നാട്ടിൽ പോകാനുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും പൊങ്കാല ഇട്ടിട്ട് പോവാം എന്നുള്ളത്, കാരണം നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ വരാറില്ല. ഇപ്രാവശ്യം നമ്മളിവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇടാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ വളരെ ഹാപ്പിയാണ്. ചേച്ചിൻ്റെ സ്ഥലം എവിടെയാണ്? എറണാകുളം, കാക്കനാട്. ഇന്ന് തന്നെ തിരിച്ചു പോവോ? ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും. ഞങ്ങൾ ആക്ച്വലി ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ വീക്കെൻഡിന് വീട്ടിലോട്ട് പോകും. എല്ലാ വീക്കെൻഡും വീട്ടിൽ പോകുന്ന ആൾക്കാരാണ്. ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റാഫ്. അപ്പോൾ നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം. ഞങ്ങളുടെ കൂടെ പൊങ്കാലയിടാൻ കിട്ടിയതിൽ നമ്മൾക്കും ഒരു അഭിമാനം. തീർച്ചയായിട്ടും. അപ്പം നിങ്ങളെല്ലാം നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്തതിൽ സന്തോഷം. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ നിങ്ങൾ എന്തിനാണോ ഇവിടെ വന്നത് അത് നിങ്ങൾക്ക് സാധിച്ച് നിങ്ങളെല്ലാവരും അത് മനസ്സംതൃപ്തിയോടുകൂടി പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത പൊങ്കാലയ്ക്കും ഭാഗ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട്, ഒന്നില്ലെങ്കിൽ നിങ്ങളും നമ്മളും അടുത്തില്ലെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളും പൊങ്കാല ഇടുന്നുണ്ടാകും, ഞങ്ങളും ഉണ്ടാവുന്നു ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം പിരിയും. ചേച്ചിൻ്റെ പേര് ഓക്കെ, ബിന്ദു ചേച്ചി, താങ്ക്സ്. പറഞ്ഞു വെച്ച് ഇതെന്താ ഇത്? ഇത് ചെറുപയർ വറുത്തതും ശർക്കരയും അരി വറുത്ത് പൊടിച്ചതും ഏലക്കായും ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അത് ദേവിയുടെ ഇഷ്ട ഇതായിട്ട് ഉരുളായിട്ട് ഉരുട്ടി ദേവിയുടെ ഇഷ്ട വിഭവമാണെന്നാണ് പറയുന്നത്. ഇതില്ലേ ഇതിന്റെ പേര്? മണ്ടപ്പുറ്റ്. ആവിയിൽ വേവിച്ചെടുക്കാൻ തിരളി ഇല, വഴണയില എടുത്തിട്ട് അരി വറുത്ത് ചെറിയ ചെറിയ രീതിയിൽ വറുത്ത് അരിമാവും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തിരളി വഴണയിലാണ് എടുക്കുന്നത്. ഇതും ഇഷ്ട വിഭവമാണ്. ഇത് രണ്ടും ഇപ്പൊ തയ്യാറാക്കിയാണ്. ഇത്ര എളുപ്പത്തിലോ? ഇത് നേരത്തെ ഉണ്ടാക്കിയാണ്? അല്ല, നേരത്തെ ഇല്ല, ഇവിടെ ഈ സമയത്തിന് പൊങ്കാല സമയത്തിന് 2 വിധത്തിലാക്കിയിട്ട് ചെയ്യും. അങ്ങനെയും ചെയ്യാം. മറ്റേ പ്രസാദം ഉണ്ടാക്കിയില്ലേ? വെച്ചാൽ നോക്കട്ടെ. നല്ല രസമായിട്ടല്ലോ. ചേച്ചി ഇത് സ്ഥിരം ചെയ്യുന്നതാണല്ലേ? ഇതിനിപ്പോ എല്ലാവർക്കും കൊടുക്കുമോ? അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും. ഞങ്ങൾക്ക് തരുമോ? എപ്പോഴോ? നിവേദ്യം കഴിഞ്ഞിട്ട്. നിവേദ്യം കഴിഞ്ഞിട്ട് 2 എണ്ണം മാറ്റിയേക്കണേ. ഞങ്ങളിതാ പണിയാണ്. അപ്പോൾ താങ്ക്സ് ചേച്ചി, ഇത്രയും പറഞ്ഞു തന്നെ. നമുക്കിത് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഇഷ്ടവിഭവം എന്ന് പറയുമ്പോൾ മണ്ടപ്പുറ്റും തിരളിയും എന്ന് പറയും. നമ്മൾ ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു പ്രസാദം മാത്രമാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ടി വിയിലെല്ലാം കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഈ ഒരു ഐറ്റം മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും ഒരു മൺകാലമായിട്ട് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു പ്രസാദം മാത്രമാണ്. പക്ഷെ ഇപ്പോഴാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലതരം വിഭവങ്ങളും പലതരം സംഗതികളും ഇങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു. അപ്പോൾ ചേച്ചി പറഞ്ഞു തന്നു, വളരെ നന്നായിട്ടുണ്ട്. താങ്ക്സ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഐതിഹ്യം കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പൂർത്തിയാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾക്കതൊന്ന് ഞാൻ പറഞ്ഞു ഷെയർ ചെയ്യാം. പല വേർഷനും അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ പറയുന്ന ആ ഒരു ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. കണ്ണകി ദേവിയും കോകിലനും അവർ പൂങ്കൂർ എന്ന സ്ഥലത്ത്, കണ്ണകി ദേവിയാണ്, കണ്ണകി ദേവിയും ഗോകുലനും അവർ പൂങ്കൂർ എന്ന സ്ഥലത്ത് വളരെ പ്രശസ്തിയിൽ ജീവിച്ചതാണ്. കുറേ കഴിഞ്ഞപ്പോൾ അവർ ദരിദ്രമായി പ്രയാസപ്പെട്ട് അവിടുന്ന് നാട് വിട്ട്
മധുര രാജ്യത്തിലേക്ക് വന്നതാണ്. അവിടെ വന്ന് ജീവിക്കുമ്പോൾ അവർക്ക് ദാരിദ്ര്യം തന്നെ അവരെ അലട്ടിയപ്പോൾ കണ്ണകി ദേവി അവരുടെ ഭർത്താവായ കോകിലിൻ്റെ അടുത്ത് അവർ വിലയേറിയ ചിലങ്കയിൽ രത്നങ്ങളും വിലപിടിപ്പുള്ള ആഭരണങ്ങളെല്ലാം ചേർത്തിട്ടാണ് ആ ചിലങ്ക അത് വിൽക്കാനായിട്ട് പൂർണ്ണ സമ്മതത്തോടുകൂടി തന്നെയാണ് അവരത് വിൽക്കാനായിട്ട് ഏൽപ്പിച്ചത്. കോകിലൻ അത് പരിചയക്കാരനായ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി പണിക്കാരൻ ഇയാളെ ചതിക്കുകയും, അതായത് മധുര രാജ്യത്തിലെ രാജാവായ പാണ്ഡ്യരാജാവിൻ്റെ ഭാര്യ രാജ്ഞിയുടെ ചിലങ്കയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇയാളെ പാണ്ഡ്യരാജാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും പാണ്ഡ്യരാജാവ് ഇയാൾ പറയുന്ന കഥ വിശ്വസിക്കുകയും ഈ കോകിലിനെ തുറങ്കിലടക്കുകയും പിന്നീട് അയാളെ വധിക്കുകയാണ് ഉണ്ടായത്. ഇതറിഞ്ഞ കണ്ണകി ദേവി ഭർത്താവിനെ വധിച്ച ആ ദേഷ്യം കൊണ്ട് കോപാകുലനാകുകയും ജ്വലിച്ച് മധുര രാജ്യത്തിലേക്ക് പുറപ്പെട്ട് അവിടെ മുഴുവനും ചുട്ടരിക്കുകയും രാജാവിനെ വധിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചു വരുന്ന വഴിയാണ് ഈ ആറ്റുകാൽ എന്ന ഈ പ്രധാനപ്പെട്ട ഈ സ്ഥലത്തിലൂടെയാണ് കേരളത്തിൽ കൂടെ പോയത്. പിന്നീടാണ് അവരിതിലേ നടന്ന് കൊടുങ്ങല്ലൂർ പോയി പ്രതിഷ്ഠയായത്. അപ്പോൾ ആ നിഗ്രഹിച്ച് രാജാവിനെ നിഗ്രഹിച്ച് വരുന്ന ആ സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ, സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് അവരെ ഒരു നാരീശക്തി എന്ന രൂപേണ അവരെ തീ കൊണ്ട് എന്താ പറയുക, തീ കൊണ്ട് അവരെ സ്വീകരിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിന്ന് ഇവിടെ ഈ ആറ്റുകാൽ പൊങ്കാല ആയിട്ട് പിന്നീട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ചടങ്ങായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൻ്റെ ഭാഗമാണ് എനിക്ക് സാധിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ഈ അടുത്ത വർഷം ഈ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് നമുക്കെല്ലാവർക്കും ഒത്തുചേരണം. അതിന് നിങ്ങൾ ഇന്നേ അതിനുള്ള തുടക്കം കുറിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. ഇവിടുത്തെ ആളുകളെല്ലാം എത്രയും മുന്നേ അതിനു വേണ്ടി ഒരുങ്ങും. എല്ലാം പുതിയത് വാങ്ങിയിട്ടും ഡ്രസ്സും സെറ്റും മുണ്ടും കുടുക്കുകയും എല്ലാം പുതിയത് വീടടിച്ച് വൃത്തിയാക്കി തളിക്കും. ഇതൊക്കെ കാണുന്ന സമയത്ത് നേരിട്ട് നമുക്ക് അനുഭവിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കുളിരും രോമാഞ്ചും, അത് വല്ലാത്തൊരു ഫീലാണ്. അത് ഇവിടെ വന്ന് അറിയുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ശരിക്കും വല്ലാത്തൊരു സംഭവം തന്നെയാണ് എന്ന് ഞാനിവിടുന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത പൊങ്കാലയ്ക്ക് എല്ലാവരും വരുമെന്നുള്ള വിശ്വാസത്തിലും ഉറപ്പിലും കാണാം.